നിങ്ങൾ എന്തിനാണ് ആ MLA ഉപദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ മതരംഗത്തുള്ളവർ എല്ലാവരോടുമാണ് പറയുന്നത്. പിന്നെ ഈ ഉപദേശിക്കുന്നതിൽ MLAക്കും പ്രശ്നമില്ല, അല്ലെങ്കിൽ ആ MLA പറയണം എന്നെ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉപദേശിക്കേണ്ടതില്ല. MLA അത് പറയാത്തിടത്തോളം കാലം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുസ്ലിം പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആളുകൾ പൊതുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ അഭിപ്രായം പറയും. ഈ ഹോസ്റ്റലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോളിസീസ് അനുസരിച്ച് ജീവിക്കണം, ഇവിടുത്തെ സെക്യൂരിറ്റി, ഇവിടുത്തെ സേഫ്റ്റി, ഇതൊക്കെ നമ്മൾ അത് അനുസരിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവരവർ ഇൻഡിവിജ്വൽസ് ആണ്, ഇന്ത്യക്കാരികളാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിച്ചതുകൊണ്ട് മാത്രം അവിടെ അഡ്മിഷൻ എന്ത് ചെയ്യൂല. മതേതരം ആശങ്കപ്പെടുന്ന ജിമ്മും നിലവിളക്കുകളും പോയ വാരം ഒരുപാട് ചാനലുകളും സോഷ്യൽ മീഡിയകളുമൊക്കെ ചർച്ച ചെയ്തതാണ്. നിലവിളക്കുമായി ബന്ധപ്പെട്ട് സമയാസമയങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചർച്ചകളും മറ്റുമൊക്കെ വരികയും ഇതിലേറ്റവും രസകരമായ സംഗതി, ഒരു അറിവുമില്ലാത്ത ആളുകളെ പിടിച്ചിരുത്തിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചാനലുകളൊക്കെ ബുദ്ധിജീവി ചമഞ്ഞ് ഒരു ഫുൾ കഷണ്ടിയും വലിയൊരു കണ്ണടയും മുന്നിലൊരു മൈക്കും ഉണ്ടെങ്കിൽ എന്തും പറയാമെന്നുള്ള ലൈസൻസും നാവിന് എല്ലാത്തോടത്തോളം കാലം ആ രൂപത്തിൽ വിടുവായത്തം പറയുകയും സ്വന്തം ഉമ്മ മരണപ്പെട്ടതിന് അതുപോലും വളരെ മോശമായി സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളെ വലിയ ബുദ്ധിജീവി ചമഞ്ഞ് ചാനലുകളിലും മറ്റുമൊക്കെ ഒരറിവില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം എടുക്കുന്ന വിഷയം ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിളക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പാലക്കാടുള്ള ജിമ്മുമായി ബന്ധപ്പെട്ടുമായിട്ടുള്ള അതിൻ്റെ ആശങ്കകളും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് അമിത് മാഷ് നമുക്ക്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യയുടെ ഒരു സെക്യുലർ സങ്കല്പം റീഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ നാരോ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത്. വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഇന്ത്യൻ സെക്യുലറിസത്തെ ഭരണഘടനയുടെ ഒരു ആധാരമായിക്കൊണ്ട് തന്നെ അതിൻ്റെ അന്നത്തെ അംബേദ്കർ അടക്കമുള്ളവരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ ഇതിനെ മറ്റു പലതുമായും ചേർത്ത് ദേശസ്നേഹവുമായി രാജ്യദ്രോഹവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ നാരോ ഡൗൺ ചെയ്യുന്ന പ്രവണതയുണ്ട്. ഒപ്പം തന്നെ ഇത് പൂർണ്ണമായും ഒരു ഹൈന്ദവ സ്വഭാവമുള്ള ചില സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, ആശയങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒന്നാണ് എന്നതിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം പൊതുവേ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നവരാണ്. പക്ഷെ ഇന്ന് നിലവിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവിടുത്തെ ചാനലുകളിൽ പലതും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെ, വിശദീകരണങ്ങളെ അക്കമഡേറ്റ് ചെയ്യുകയും അതിനെ വളരെ ആസൂത്രിതമായി കൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപമാണ് നമ്മൾ ഈ നിലവിളക്ക് വിവാദങ്ങളൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒറ്റപ്പെട്ടൊരു ചാനലാണ് അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മാസീവായിട്ട് ഇതിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ എല്ലാ മതങ്ങളിലും ചില പ്രതീകാത്മകമായ ചടങ്ങുകളുണ്ടാവും. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മത്തിൽ ഇപ്പോൾ നമുക്കറിയാം സഫ മർവക്കിടയിൽ ഓടുന്നതും ഈ ജംറയിൽ കല്ലെറിയുന്നതൊക്കെ പ്രതീകാത്മകമാണ്. എന്നാൽ അതേസമയം അത് കേവലം പ്രതീകാത്മകമാണോ ചോദിച്ചാൽ അല്ല, അത് മതപരമായ ചടങ്ങിൻ്റെ ഭാഗമാണ്. അതിന് മുസ്ലിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ പൂർണ്ണതയ്ക്കിത് നിർബന്ധമാണ്. അപ്പോൾ ഇതിനെ മതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വെറും കല്ലെറിയലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ പ്രതീകാത്മകമായ ചടങ്ങുകളുണ്ടാകും. പക്ഷേ അത് പ്രതീകാത്മകം മാത്രമല്ല, അല്ലെങ്കിൽ കേവലം ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ഭാഗം മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള മതപരമായിട്ടുള്ള വിവക്ഷകളുണ്ട്. അപ്പോൾ ഇതിനെ ബോധപൂർവം കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള വിവാദം വിളക്കല്ല, വെളിച്ചല്ല. അത് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? മുസ്ലിങ്ങൾ വെളിച്ചത്തിന് വിരുദ്ധരാണ്, അല്ലെങ്കിൽ വിളക്ക് കൊളുത്ത വിരുദ്ധരാണെന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവിടെ ശരിക്കും വിളക്കല്ല പ്രശ്നം, നിലവിളക്കാണ്. ഈ രണ്ടും തമ്മിൽ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിലവിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ അത്
ഒരു അതിൻ്റെ രൂപം എന്താണ്, അല്ലെങ്കിൽ എത്ര തിരി കത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കത്തിക്കണം, എന്തുപയോഗിച്ച് കത്തിക്കണം, നെയ്യാണോ എണ്ണയാണോ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ എല്ലാതും ഉണ്ട്. അപ്പോൾ ഇത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് പ്രവാചകനാണെങ്കിൽ ഇവിടെ ചില ആചാര്യന്മാർ ആ രീതിയിൽ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ഇത് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മളെ തന്നെ വന്ദിക്കുന്നതിന് പകരം നിന്ദിക്കലായിട്ട് മാറും. അപ്പോൾ അതെന്തുകൊണ്ടാണ് മാറുന്നത്? അതിന് കൃത്യമായിട്ടുള്ളൊരു മതപരമായ വിവക്ഷയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം, ഇതിലിപ്പോൾ ഒരു തിരി കത്തിക്കാൻ പറ്റില്ല. തിരി കത്തിക്കുന്നതിനും കെടുത്തുന്നതിനും രൂപങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ മാത്രമല്ല 5 തിരി എന്ന് പറയുമ്പോൾ അത് ശിവൻ്റെ 5 മുഖങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട. പക്ഷേ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഹിന്ദുമതത്തിലെ പല ആചാരങ്ങൾക്കും വ്യത്യസ്തമായ പുരാണങ്ങളുടെയോ വ്യത്യസ്തമായിട്ടുള്ള മിത്തുകളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. ഒന്ന് തന്നെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ എങ്ങനെ വ്യാഖ്യാനിച്ചെത്തിയാലും അതിനേതെങ്കിലുമൊക്കെ ഇത്തരം സങ്കല്പങ്ങളും എന്തുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊന്ന് കാണാവുന്നതാണ്, ഇതൊരു പ്രത്യേകമായ വിളക്കാണ്. അപ്പോൾ വെറും വിളക്ക് അല്ല എന്നർത്ഥം. രണ്ടെന്ന് വെച്ചാൽ ഇതിന് വേറൊരു മതമായിട്ടും ബന്ധം ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും മതവുമായിട്ട് ഇതിന് ബന്ധമുണ്ടെങ്കിൽ നമുക്കിത് സമാനമായ അർത്ഥത്തിലുണ്ടെന്ന് പറയാം. വിളക്കുകളുണ്ട്. പലപ്പോഴും പറയാറുള്ളത് ചേരമാൻ പള്ളിയിൽ വിളക്കില്ലേ, അല്ലെങ്കിൽ പൊന്നാനിയിൽ വിളക്കില്ലേ എന്നൊക്കെയാണ്. അവിടെ നമുക്ക് വിളക്ക് എന്നുള്ളത് ഈ ഇലക്ട്രിസിറ്റിയൊക്കെ വരുന്നതിൻ്റെ മുൻപ് എല്ലാവരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതാണ് വിളക്കുകൾ. അപ്പോൾ അത്തരത്തിൽ അന്ന് കാലത്തുണ്ടായിരുന്ന വിളക്കുകളുടെ പഴമയുടെ പ്രതീകങ്ങളായിട്ട് അവിടെ ബാക്കി നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതൊരിക്കലും ഇസ്ലാമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി അല്ലെങ്കിൽ മതപരമായി അതിനോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മമതാബന്ധമൊന്നും മുസ്ലിങ്ങൾക്കില്ല എന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണൊരു മതപരമായ വിലക്ക് ഇതിലുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? അത് വളരെ ക്ലിയറാണ്. അത് ഏതൊരു അനുഷ്ഠാനവും ചടങ്ങുമൊക്കെ അതിന് മറ്റേതെങ്കിലും ഒരു മതവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനെ അനുകരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചോളം അംഗീകരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇസ്ലാമിൻ്റെ മാത്രമായ ഒന്നാണ് ഒന്നും പറയാൻ പറ്റില്ല. മറിച്ച് എല്ലാ മതങ്ങളിലും അത്തരത്തിൽ ചില ഇപ്പോൾ ഓണം എടുത്തു നോക്കൂ. ഓണത്തെക്കുറിച്ച് ഇപ്പോൾ ഉള്ള പല ക്രിസ്തീയ ഈ മേലധ്യക്ഷന്മാരുമൊക്കെ അതിനെ അങ്ങനെ ഒരു നോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതിനെ വിലക്കിക്കൊണ്ട് ഉള്ള മുൻകാലത്തുള്ള സർക്കുലറുകൾ അവരുടെ ഈ ഇടയലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രശ്നമല്ല. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം അതിൻ്റെ പ്യൂരിറ്റി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കലർപ്പിലേക്കും ലയനത്തിലേക്കും പോവുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്കറിയാം, ഇസ്ലാം പലർക്കും അറിയാത്തൊരു സംഭവം എന്താ വെച്ചാൽ, ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുതിയ മതമാണ്, അല്ലെങ്കിൽ ഒരു മതം മറ്റു മതങ്ങളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പലരും. യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട്? എന്താണ്? ലോകത്ത് ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ. അവനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും. അവൻ തന്നെയാണ് മനുഷ്യൻ്റെ സൃഷ്ടാവ്. ആ സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികൾക്ക് മനുഷ്യർക്ക് നൽകിയ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവർക്ക് നൽകിയ വ്യക്തമായ ജീവിതത്തിൻ്റെ മാർഗരേഖ അതാദ്യത്തെ മനുഷ്യ സമുദായം തൊട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ പല കാലഘട്ടങ്ങളിലും കലർപ്പ് വന്നു എന്ന് വന്ന സമയത്ത് തൻ്റെ പ്രവാചകന്മാരിലൂടെ ഇത് തിരുത്താൻ ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു അവസാനമാണ് മുഹമ്മദ് നബിയിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് ഇസ്ലാം തന്നെയായിരുന്നു. ആ ഇസ്ലാമിൻ്റെ കാലാന്തരങ്ങളിൽ സംഭവിച്ച അപജയങ്ങളോ അല്ലെങ്കിൽ മറ്റേ വൈജാത്യങ്ങൾക്കോ ഉള്ള തിരുത്തായിട്ടാണ് ഒടുവിൽ മുഹമ്മദ് നബി ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് വളരെ സിമ്പിളാണ്. പല മതങ്ങൾ തമ്മിലുമുള്ള സജാത്യ വൈജാത്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഈ തവാഫ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് നോക്കിയറിയാം, അമ്പലങ്ങൾക്ക് ചുറ്റുമുള്ള ഈ പ്രദക്ഷിണം വളരെ വ്യാപകമായിട്ടുള്ളതാണ്. അപ്പോൾ അത് പല കാര്യങ്ങളും നമുക്ക് എടുത്തു നോക്കിയാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ്, ഈ ഒരു ഇസ്ലാം മറ്റേ മുസ്ലിങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന സങ്കല്പം കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ എന്തുള്ളൂ വെച്ചാൽ, ഇത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരിക്കലും ഒരാൾക്ക് തൻ്റെ മതം അനുഷ്ഠിച്ച് ജീവിക്കുന്നതിന് വിലക്കാൻ പാടില്ല. എന്നാൽ അതേസമയം
നിർബന്ധിക്കാനും പാടില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന വിളക്കിൻ്റെ വിഷയത്തിൽ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് കത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ള വിവാദങ്ങൾ, ഇനി വേറൊരു ഭാഗത്ത് കത്തിച്ചാൽ അതിന് ഇങ്ങനെ മതപരമായ നിലയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി അതിനകത്ത് ചില വിലക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതും വിവാദമാവുക. കാരണം ഒരു മതമേലധ്യക്ഷന്മാരുടെ റോൾ എന്താണ്? അവരെ സംബന്ധിച്ചോളം മതത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഇടകലർന്ന് ജീവിക്കുന്ന സമൂഹങ്ങളിൽ പലപ്പോഴും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ പാരസ്പര്യത്തിൻ്റെ പേരിലുണ്ടാവുന്ന കൊടുക്കൽ വാങ്ങലുകളൊക്കെ സംഭവിക്കും. ആ സമയത്ത് ഇത് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് വിശദീകരിക്കൽ അവിടുന്ന് കർമ്മമാണ്. അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചാൽ മതി. ഇപ്പോൾ എല്ലാ മതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, മതം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും, വളരെ ചെറിയൊരു ശതമാനം. പിന്നെയോ അതിന് 90% എടുക്കുന്നവരുണ്ടാവും, 10% മാത്രം എടുത്ത് ജീവിക്കുന്നവരുണ്ടാവും, പേര് മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ആരെയാണ് ഇതിൽ നമ്മൾ മതത്തിൻ്റെ പ്രതിനിധിയായി എടുക്കേണ്ടത്? അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വിഷയമൊക്കെ അതാണ്. ചിലരെന്താ വെച്ചാൽ എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് വരിക, ചിലത് ഞാൻ കൂടുതൽ വലിയ പ്യൂരിറ്റൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നുമല്ല, അവിടെ പ്രമാണങ്ങളിലേക്ക് മടങ്ങൽ മാത്രമാണ് ഒരേ ഒരു വെളുപ്പം. നമുക്കൊക്കെ ഇതിപ്പോൾ നമ്മൾ മാത്രം ചെയ്യുന്നതല്ല. ഇപ്പോൾ പശുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എടുത്താൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പശു ഒരു ആരാധ്യ വസ്തുവാണെങ്കിൽ, അല്ലെങ്കിൽ മാതാവോ ഇപ്പം അല്ല എന്തോ ആയിക്കോട്ടെ ആണ് എന്നിവിടെ അതിൻ്റെ ആചാര്യന്മാർ പറയുന്നു. അത് പറയാൻ പാടില്ല, നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ അത് വിശ്വസിക്കുകയും അതുപോലെ പാലിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ മാംസാഹാരം കഴിക്കുന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഹിന്ദു മതത്തിനകത്തുണ്ട്. ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാട് പറയാൻ പറ്റും. പക്ഷേ നിർബന്ധിക്കലും വിലക്കലുമാണ് ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നത് എന്നർത്ഥം. എന്തായാലും ഇവിടെ നേരത്തെ നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ ഒക്കെ ആയിട്ടുള്ളവരും ഈ വിളക്കിനെതിരെയുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് EMS നായനാരെയും പോലെയൊക്കെ ഉള്ളവർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന G. സുധാകരൻ അടക്കമുള്ളവരൊക്കെ ഇതിനെതിരെ സ്റ്റാൻഡ് വെച്ചാൽ അത് എതിരെ എന്ന് പറയുമ്പോൾ എത്ര മാത്രമേ ഉള്ളൂ? ഒരു സെക്യുലർ സമൂഹത്തിൽ ഒരു മതത്തിൻ്റേതായ ചില പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ അത്ര ഈ മുസ്ലിം ലീഗിൻ്റെ പഴയ നേതാക്കളൊക്കെ ഈ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചേർത്ത് വായിക്കേണ്ട സംഭവമായിട്ടാണ് ഇപ്പോൾ ഈ ജിംബന്തി വരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു യോഗ സെൻറ്റർ സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു യോഗ എന്ന് പറയുന്നത് മതപരമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ അതൊരു വ്യായാമ മുറയോ അല്ലെങ്കിൽ ഒരു ശ്വസന പ്രക്രിയയോ അല്ലെങ്കിൽ ഒരു ആത്മാംശം കണ്ടെത്താനുള്ളതോ ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അതേസമയം നമ്മളിന്ന് കാണുന്ന പല ഈ സെൻറ്ററുകളും അതൊരു കൃത്യമായിട്ട് എന്തുണ്ട് മതപരമായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണെന്ന് പലതും നടക്കുന്നത്. അപ്പോൾ അവിടെ അത്തരക്കാരായിട്ടുള്ള അത് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിലക്കല്ല, മറിച്ച് എന്താണ് അവിടുത്തെ ഒരു പോളിസി അനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ പോകേണ്ടത്. ചില വേറെ ജിമ്മുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വേറെ യോഗ സെൻറ്ററുകൾ ഉണ്ടാകും, അവിടെ എന്ത് ചെയ്യാം, അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ പിന്നെ ഇത് ഞാൻ ഒരു ബിസിനസ് സ്ഥാപനമാണ് അല്ലേ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലെയോ ഒരു സ്കൂൾ പോലെയോ അതൊരു എസൻഷ്യൽ സർവീസ് സെൻറ്റർ അല്ല, മറിച്ചൊരു ബിസിനസ് സ്ഥാപനമാണ്. എനിക്കിങ്ങനത്തെ കസ്റ്റമേഴ്സിനെ മതി എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനകത്ത് അത് അയാളുടെ സ്വന്തം ലാഭമാണ് ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ നിർബന്ധിച്ചിട്ട് കയറ്റണമില്ല ഇല്ല. അപ്പം എന്താ വെച്ചാൽ ഇതിപ്പം ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പിന്നെ നോൺ വെജ് കിട്ടണം എന്ന് നമ്മളെന്താണ് വാദിക്കുന്നത് പോലെ തന്നെയാണ് എവിടെ പോയാലും എന്താണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എനിക്ക് അവിടെ അത് ചെയ്യാണ്. അപ്പോൾ എല്ലാത്തിനും ചില പോളിസികളുണ്ടാവും. ആ പോളിസികൾ പരിഗണിക്കേണ്ടി വരുമെന്നുള്ള യാതൊരു സംശയമില്ല. നമുക്ക് പണ്ട് കാലത്ത് നമ്മുടെ MF ഹുസൈൻ കൽക്കത്തയിൽ ഒരു ക്ലബിൽ മറ്റേ കയറാൻ സമ്മതിച്ചില്ല. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം ചെരുപ്പിട്ടായിരുന്നു. അവിടുത്തെ അനുസരിച്ച് റോയൽ മറ്റേ ആയ ആളുകൾക്ക് കയറാൻ പറ്റുള്ളൂ. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, പക്ഷേ അവിടുത്തെ ഒരു പോളിസി അതായത് കൊണ്ട് തന്നെ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഒരു ചിത്രകാരനെ അവർ കയറ്റിയില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ മോള് ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവിടുന്ന് 2 പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അവരെന്തോ പെറുപിറുക്കുണ്ട്. ഈ ഹോസ്റ്റൽ നടത്തുന്ന സ്ത്രീ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കുറച്ചൊരു എന്തോ ഹീറ്റഡ് ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ആ കുട്ടികൾക്കെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ പോലീസൊക്കെ എന്ത് ചെയ്തു വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ആ കുട്ടികൾക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല എന്നെ ചോദ്യം ചെയ്യാണ്. രാത്രി ഇപ്പോൾ ഞങ്ങൾക്ക് 10 മണിക്കോ ഞങ്ങൾ വാടക തരാൻ റെഡിയല്ലേ, ഞങ്ങൾക്ക് 10 മണിക്കോ 11 മണിക്കോ ഒക്കെ വന്നാൽ എന്താണെന്ന് എനിക്ക് കുഴപ്പം എന്ന രീതിയിൽ അവിടുത്തെ പോളിസികളെ ചോദ്യം ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഈ ഹോസ്റ്റലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോളിസീസ് അനുസരിച്ച് ജീവിക്കണം, ഇവിടുത്തെ സെക്യൂരിറ്റി ഇവിടുത്തെ സേഫ്റ്റി ഇതൊക്കെ നമ്മളത് അനുസരിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവരവർ ഇൻഡിവിജ്വൽസാണ്, ഇന്ത്യക്കാരികളാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിച്ചതുകൊണ്ട് മാത്രം അവിടെ അഡ്മിഷൻ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല എന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ എനിക്കൊന്നു വെച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരൊറ്റ കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇതൊരു പരസ്യമാക്കേണ്ടിയിരുന്നില്ല. ഇതിനൊരു റീലൊക്കെ ചെയ്തുകൊണ്ട് ഒരു അനാവശ്യ വിവാദത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാതെ, കാരണം അവിടെ വരുന്ന ആളുകളോട് ഇതാണ് ഇവിടുത്തെ രീതി എന്ന് വിശദീകരിച്ചാൽ മാത്രം മതി. കാരണം ഓൾറെഡി നമുക്കറിയാം പല ജിമ്മുകളിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് വേറെ സമയം നിശ്ചയിക്കുന്നുണ്ട്, പ്രത്യേകമായിട്ടുള്ള ട്രെയിനേഴ്സ് ഉള്ളതുണ്ട്, മിക്സഡ് അല്ലാത്തൊക്കെ ഇതൊക്കെ ധാരാളമായിട്ട് നാട്ടിലുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പരസ്യമാക്കിയതിന് പറഞ്ഞപ്പോഴാണ് ഇതിനെ ഇപ്പോൾ മാത്രമല്ല മുസ്ലിം ജിമ്മാക്കി, അല്ലെങ്കിൽ ഇസ്ലാമിക് ജിമ്മൊക്കെ ആക്കി മാറ്റി. അപ്പോൾ ശരിക്കും അദ്ദേഹം അങ്ങനെയല്ല, അവിടുത്തെ പോളിസീസ് വിശദീകരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇത് എന്തിനേയും ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു സെക്യുലറിസത്തിൻ്റെ ഈ നാനാർത്ഥങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ അതിന് ദുർവ്യാഖ്യാനിച്ച് വഷളാക്കാൻ ശ്രമിക്കുന്നവർക്ക് പലപ്പോഴും ഏതും ആയുധമാണ്. അതുകൊണ്ട് തന്നെ ഇതും ആയുധമാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള എന്തെങ്കിലും അപകടമൊന്നും ഇപ്പോൾ ഇതുകൊണ്ട് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൽ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണയില്ല. പണ്ട് മദ്രസിൽ പോയൊരു ഇത് വെച്ചിട്ട് ഒരു ഹദീസ് പോലും പൂർണ്ണമായി വാദിക്കാതെ, ഒരു ആയത്ത് പോലും പൂർണ്ണമായി വാദിക്കാതെ, എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിന് എന്താണ് ആവശ്യം അതിനനുസരിച്ച് വലിയ വായിൽ സംസാരിക്കുകയോ ചെയ്യണ. അപ്പോൾ ഇനി ആരെന്നെയാണെങ്കിലും അവർ ചെയ്തുകൊണ്ട് ഈ അറിവില്ലാത്ത സമൂഹത്തെ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ആശങ്കപ്പെടുത്താൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ജനാസയിൽ പങ്കെടുത്ത് അതിൽ മഴ നനയാതാക്കാൻ വേണ്ടിയിട്ട് മുകളിലൊരു വെള്ളത്തുണി വെച്ചിരുന്നു. അപ്പോൾ തുണി വെച്ചിട്ട് മയ്യത്ത് മറമാടിന് ശേഷം ആ തുണിയും കൊണ്ട് തിരിച്ചു പോരാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു കൊടുക്കുക, ഇനി ഈ തുണി പുഴയിൽ ഒതുക്കണം. ഇത് പള്ളിക്കാട്ടിൽ കവറടക്കിയ സാധനം വേറൊരാൾ പറഞ്ഞു കൊടുക്കുക, ഇത് പുഴയിൽ ഒതുക്കുക. അപ്പോൾ അറിവില്ല. ഈ സ്വാഭാവികം ഇങ്ങനെ ഈ ഓരോ വിഷയത്തിലും അറിവില്ലാത്തതും അത് വെച്ചിട്ട് മറ്റുള്ളവർ മുതലെടുക്കുകയാണ്. എന്താ വെച്ചാൽ ഈ മതേതര കാഴ്ചപ്പാടുകളും ബാക്കി ഇപ്പോൾ അതിന് തോറ്റ എംഎൽഎമാരാണെങ്കിലും പണ്ടത്തെ എംഎൽഎമാരാണെങ്കിലും ഒക്കെ പലതും പറയേണ്ടതുമായി ബന്ധപ്പെട്ട് ഷാ സെൽഫിക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇത് വളരെ സിമ്പിളായി പറഞ്ഞാലേ ഒരു ഫാസിസ്റ്റ് എലമെൻറ്റ് എൻ്റെ വ്യക്തിപരമായ വീക്ഷണത്തിൽ ഞാൻ ഈ ചർച്ചയിൽ കാണുന്നുണ്ട്. അതായത് ഇവിടെ ജീവിക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നാലും ഞങ്ങളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തവരാണ്, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു തരം അടിച്ചേൽപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. അത് ചാനലിൽ വന്ന് കോട്ടിട്ട് പറഞ്ഞാലും, സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് എഴുതിയാലും, പിന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചാലും, അല്ലാതെ തന്നെ അങ്ങാടിയിലിരുന്ന് പറഞ്ഞാലും ക്ലബിലിരുന്ന് പറഞ്ഞാലൊക്കെ അതിന് ഏത് ഭാഷയാണെങ്കിലും എത്ര ഭംഗിയാക്കി പറയുകയാണെങ്കിലും പറയുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മതേതരത്വം ഭരണഘടന എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാലും നടക്കുന്നത് ഇതാണ്. മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യവും പുണ്യവും ഒക്കെ പ്രതീക്ഷിക്കേണ്ടത് സൃഷ്ടാവിൽ നിന്നാണ്. അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്, ബേസാണ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ ദൈവത്തിൽ നിന്നല്ലാതെ ഏതെങ്കിലും നിലക്കുള്ള ഒരു നന്മയോ ദോഷമോ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നത് മതത്തിൻ്റെ അടിത്തറയാണ്. അതുപോലെ തന്നെയാണ് ഇതര മതസ്ഥരുടെ ആചാരങ്ങൾ. ആ ആചാരങ്ങൾ മുസ്ലിങ്ങൾ കടമെടുക്കാൻ പാടില്ല. ഇത് മതത്തിൻ്റെ മറ്റൊരു തത്വമാണ്. ഇതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു.
അത് ഇവിടുത്തെ എല്ലാ നിയമങ്ങളും ആ നിലക്കുള്ള വിശ്വാസത്തിന് സുരക്ഷിതത്വം ഉറപ്പു തരുന്നു. അതവിടെ നിലനിൽക്കെ എന്താണ് ചെയ്യുന്നത്? അത് ഇവിടെ ഇത് ഞങ്ങളുടെ സംസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നേരത്തെ അമീർ സാർ അത് വിശദീകരിക്കേണ്ടായി. പൂർണ്ണമായും ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ തിരികളുടെ എണ്ണം, അതിൻ്റെ തട്ടുകൾ, അതെങ്ങനെ വിളക്ക് കൊളുത്തണം, ആളുകൾ വിളക്ക് കൊളുത്തുമ്പോൾ കയ്യിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ദൈവീകമായ അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു പരിവേഷം അതിനുണ്ട്. അതെ, അത് എത്ര നിഷേധിച്ചാലും പിന്നെ അതൊന്നും ഇല്ല എന്നും കേവലം സംസ്കാരമാണോ എന്നൊക്കെ പറയുന്നത്, ചിലരെ അടിക്കാനുള്ള വടി കിട്ടിയാൽ കണ്ണടച്ചിരുട്ടാക്കി ഇപ്പോൾ പാതിരാത്രിയാണ് എന്ന് പറഞ്ഞ് സ്വയം എന്താണ് തരം താഴുകയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിളക്ക് എവിടെയും കൊളുത്താൻ പാടില്ല എന്നാണോ? അല്ല, അത് ആചാരമായി സ്വീകരിച്ചിട്ടുള്ള, അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മളീ പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ മുസ്ലിങ്ങളുടെ കൂടി വിശ്വാസം എന്താകണമെന്നും മുസ്ലിങ്ങളുടെ കൂടി ആചാരം എന്താകണമെന്നും അതുകൂടി അവർ തീരുമാനിക്കുന്നൊരവസ്ഥ, മറ്റു പലരും തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വന്ദേമാതരം ചർച്ച ചെയ്തൊരു സമയമാണിപ്പോൾ ഇത്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയില്ല, അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെ മേലും അങ്ങനത്തെ ഒരു ചർച്ച ഇവിടെ ഉണ്ടല്ലോ. അതെന്താണ്? 2 വരി പദ്യത്തിൽ എന്താണുള്ളത്? അത് ഒരു വിശ്വാസത്തിന് നിരക്കാത്തൊരു സംഗതി അതിനകത്തുണ്ട്. ചില പ്രത്യേകമായ ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു സംഗതി അതിനകത്തുണ്ട്. അതുകൊണ്ടല്ലേ അത് എതിർക്കുന്നത്. ഇപ്പോൾ ആ ചർച്ച കഴിഞ്ഞ് അതിൻ്റെ ശബ്ദം ഒതുങ്ങും മുമ്പ് നിലവിളക്കുമായി വന്നപ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് സംസാരിക്കണം. അതെല്ലാം മറന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സംഗതിയാണ് പറയുന്നത്. ഇത് സാംസ്കാരികമാണ് എന്നാണ് വാദം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് EMS ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താണ്? അദ്ദേഹം ഒരു മുസ്ലിമാണോ? G. സുധാകരൻ എന്തുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ചു? ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരള നിയമസഭയിലെ ജനപ്രതിനിധിയാണ്. ഇപ്പോൾ ഇസ്ലാമിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു നവനാസ്തികരിൽപ്പെട്ട ഒരാളാണ് C. രവിചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ മുമ്പ് വന്നിരുന്നു. നിലവിളക്ക് കൊളുത്തും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹം മാത്രം സീറ്റിലിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ലഭിക്കാത്തത്? ഇസ്ലാമത വിശ്വാസികൾക്ക് ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ഈ പറയുന്ന മാധ്യമ തമ്പുരാക്കന്മാർ നൽകുന്നില്ല? ഇതൊരു സാധാരണ വിശ്വാസിയുടെ ചോദ്യമാണ്. പിന്നെന്താ പറയുന്നത്? നിങ്ങളുടെ വിമർശനം സെലക്റ്റീവാണ്. നിങ്ങൾ അയാളെ വിമർശിക്കുന്നില്ല, ഇയാളെ വിമർശിക്കുന്നില്ല. ഇതൊക്കെ ഒരു സംവാദമാണോ? ഇതൊക്കെ ഒരു ചർച്ചയാണോ? ഞാൻ അമീർ സാറ് പങ്കെടുത്ത ചർച്ചയിലാണ് ഇത് കേട്ടത്. സെലക്റ്റീവാണ് അല്ലേ? നമ്മളെല്ലാവരോടുമാണ് പറയുന്നത്. അതിൽ ഇന്നയാൾ ഒഴിച്ചു നിർത്തി മറ്റയാളെ മാറ്റി നിർത്തിയൊന്നുമില്ല. പിന്നെ ഒരു വ്യക്തി ചെയ്യുന്നത് ഒരു വിഷയത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും തീരുമാനിക്കാൻ എങ്ങനെയാണ് മാനദണ്ഡമാവുക? എനിക്ക് ആ അഭിപ്രായം പറയുന്നത് എത്ര കോമൺ സെൻസ് ഇല്ലാത്ത സംസാരമാണെന്ന് തോന്നിപ്പോയി. യാതൊരുവിധ ചർച്ചയുടെ നിലവാരവും പാലിക്കാത്തൊരു സംഗതി. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു മതത്തിൻ്റെ ഭാഗമാകുമോ? ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പേര് നൽകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിനകത്തത് കണ്ടു എന്ന് വിചാരിച്ച് അതൊരു മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതൊക്കെ ബാലിശമായ വാദങ്ങളാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളെന്തിനാണ് ആ MLA ഉപദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളെ മതരംഗത്തുള്ളവർ എല്ലാവരോടുമാണ് പറയുന്നത്. പിന്നെ ഈ ഉപദേശിക്കുന്നതിൽ MLAക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ ആ MLA പറയണം, എന്നെ ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉപദേശിക്കേണ്ടതില്ല. MLA അത് പറയാത്തിടത്തോളം കാലം ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുസ്ലിം പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആളുകൾ പൊതുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ അഭിപ്രായം പറയും. അതല്ലെങ്കിൽ ആ MLA സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലോ വാർത്താമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാമുകളിലോ തുറന്നു പറയണം, എന്നെ മതരംഗത്തുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉപദേശിക്കേണ്ടതില്ല, എൻ്റെ നിലപാട് ഇതാണ്, ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആരാണ് ഉപദേശിക്കാൻ വരിക? ആരും അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. ഇവിടെ പലരുടെയും വിഷയത്തിൽ അത്തരം അഭിപ്രായങ്ങൾ വരാത്തതും അവരൊക്കെ ഇത് തുറന്ന് അവരുടെ നിലപാട് ഞങ്ങൾ ഇങ്ങനെ പോകും തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പോൾ പൊതുവിൽ ചർച്ച വരുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു പക്ഷമുണ്ടെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ അഭിപ്രായം പറയും. അത് പറയാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് അടിച്ചേൽപ്പിക്കുക എന്ന ഒട്ടും ജനാധിപത്യപരമല്ലാത്ത ഭരണഘടന എന്ന പേര് പറഞ്ഞ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക്, തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഈ ആളുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ചുകൂടി ഇപ്പോൾ ഈ പുതിയ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും ജനപ്രതിനിധികളൊക്കെ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? ഇവിടെ ഒരു ലിബറൽ ഫാസിസം നമ്മൾ കുറച്ച് കാലമായി പറയുന്നുണ്ട്. അത് അടിച്ചേൽപ്പിക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ വിഷയത്തിൽ നിലപാടെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യരുത്. അതായത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്തായാലും പ്രശ്നമില്ല, ഞങ്ങളിവിടെ ഒരു നിലപാടേറ്റ് പോകും. അവർ അവരുടെ വിശ്വാസവും ആചാരങ്ങളൊക്കെ മാറ്റിവെച്ച് വിശ്വാസ സംരക്ഷണം ഉറപ്പ് നൽകുന്ന, ആചാര സംരക്ഷണമൊക്കെ അവകാശമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് പറയാണ്, അവരതൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ പറയുന്നിടത്തേക്ക് അത് നിങ്ങളുടെ എത്ര എസൻഷ്യൽ പ്രാക്ടീസ് എന്ന തലത്തിൽ മതവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിലും പ്രശ്നമില്ല, അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കണം. ഞങ്ങൾ പറയുന്നിടത്ത് നിന്നില്ലെങ്കിലോ നിങ്ങൾ മതേതരത്വത്തിനെതിരാണ്, നിങ്ങൾ വംശീയതയുടെ ആളുകളാണ്, നിങ്ങൾ എന്താണ് പിന്നെ വർഗീയതയുടെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചാപ്പയടിച്ച് അപരവൽക്കരിക്കുകയാണ്. വേറെ ഈ പറയുന്ന ആളുകളൊക്കെ അതിന് വടി പിടിച്ചെടുക്കുന്ന ഒരു സമീപനവുമാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ നിലക്കുള്ളൊരു അടിച്ചേൽപ്പിക്കലിന് ഒരു സമൂഹം ഇവിടെ വിധേയമാകുന്നു. അതെന്തുകൊണ്ടാണ് പലപ്പോഴും പുതിയ കാലത്തെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾക്ക് മനസ്സിലാകാത്തത് എന്നത് വലിയ കൗതുകം തോന്നുന്നൊരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നത് പലർക്കും ഇത് മനസ്സിലാകാത്തത് ഈ റീലുകളുടെ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ട്രെൻഡിനനുസരിച്ച് ഒഴുകുമ്പോൾ പൊതുസമൂഹത്തിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളുടെ മനസ്സെന്താണെന്നും അവരുടെ വിശ്വാസം എന്താണെന്നും അവരുടെ നിലപാടെന്താണെന്നും അഭിപ്രായം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് താഴെ ഇറങ്ങി ആളുകൾക്കിടയിലൊക്കെ ഒന്ന് പോയി, അത് വോട്ട് ചോദിക്കാൻ മാത്രം പോയാൽ പോരാ, ആളുകളോടൊക്കെ ഒന്ന് സംസാരിച്ച് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ മനസ്സിലാകുക എന്നാണ് പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളിയുടെ കുറേ ലിബറൽ വക്താക്കളുണ്ട്. അവരുടെ കൂടെ നിന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല. മഹാഭൂരിഭാഗം വരുന്ന എല്ലാ മതത്തിലും പെട്ട ആളുകൾ, ഓരോ ആളുകളും അവരവരുടെ മതം വിശ്വസിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. വളരെ ചെറിയൊരു വിഭാഗം ആളുകളെ അവരും ഇങ്ങനെ ചെയ്യണം ഇവരും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വാദിക്കുന്നുള്ളൂ. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നസീഫ് വളരെ വൈകാരികമായി തുടക്കത്തിൽ ചില വ്യക്തികളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കേണ്ട. ഇപ്പോൾ ആരിഫ് ഹുസൈനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല, സ്ഥിരമായി അദ്ദേഹത്തെ കാണാറുള്ള ജനം ടി വിയിലാണ്. ജനം ടി വി ഉപയോഗപ്പെടുത്തുന്ന ഒരാളെ ന്യൂസ് 18 ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതൊക്കെ ഒരേ ആവശ്യത്തിനാണെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരേ ആവശ്യത്തിനാണെന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവർ എനിക്ക് തോന്നുന്നത് ആരായിരിക്കും ഇവരുടെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ പോളിസിയാണ്. നമുക്ക് അതിലൊന്നും വേറൊന്നും പറയാനില്ല. പക്ഷേ പൊതുവിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ആരായിരിക്കും ഈ ആളുകളൊക്കെ സെലക്ട് ചെയ്യുന്നത്? ഇവരൊക്കെ വിളിക്കുന്നവരാരായിരിക്കും? അവർക്ക് ഇത്രയേ ഉള്ളൂ, ഈ സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യുന്നവർ കാണുന്നില്ല, നുണകൾ പറഞ്ഞ് ഏറ്റവും അധികം ഇപ്പോൾ മുസ്ലിം അപരവൽക്കരണത്തിന് പൊതുവിൽ കാസക്കാർ കുറച്ച് ഒതുങ്ങി. ഇവിടുത്തെ സംഘപരിവാറാണ്, RSS ആണ്. അവർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഒരു ന്യൂനപക്ഷത്തെ നിരന്തരമായി നുണകൾ പറഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ യുവാക്കൾ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളെയാണ് ഈ ചാനലുകൾ കൊണ്ടുവന്നിരുത്തി ഇത്തരം ചർച്ചകൾക്കൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചർച്ചകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചാനലുകൾ പിന്നെ ആവശ്യമെങ്കിൽ റീതിങ്ക് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ അവരെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും വെക്കാനില്ല. പക്ഷേ ആളുകൾ എന്തുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ജിമ്മുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഇവിടെ ഒരു മനുഷ്യന് അയാളുടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അയാളൊരു പോളിസി ഉണ്ടാക്കി, ലോകത്ത് ഒരാൾക്കും ഉപദ്രവമില്ലാത്തൊരു പോളിസി ഉണ്ടാക്കി, മറ്റൊരാളുടെ മേലും നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ആചാരമോ അനുഷ്ഠാനമോ അടിച്ചേൽപ്പിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു കാര്യം കാണുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ ആളുകളെ ഭയപ്പെടുത്തുന്നത് എന്തിന്? ഇതൊരു ചോദ്യമാണ്. അതിന് വ്യക്തമായൊരു ഉത്തരം ഇത് വിവാദമാക്കുന്ന ആൾക്കാർ, ഞാൻ അദ്ദേഹത്തെ അറിയില്ല, നമുക്ക് ആർക്കും പരിചയമില്ല, അദ്ദേഹത്തിൻ്റെ പോളിസി എന്താ നിലപാടോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അടയാളം എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് ടൈംസ് നോവല് അത് ചർച്ചയായിരുന്നു. അല്ല അതിൽ വേറെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അവസാനം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യലിൻ്റെ സ്രോതസ് എന്ത് ചെയ്യണം, അന്വേഷിക്കണം എന്നാണ്.
അതെ, ജനൻ ടി വി തുടങ്ങി ബാക്കി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജിമ്മുകൾ ഇവിടെ ഉണ്ട്. എല്ലാത്തിലും ഉണ്ടാവുന്ന എക്യുപ്മെന്റ്സും അതിന്റെ മറ്റേ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ തുല്യമായിരിക്കും. ഇദ്ദേഹത്തിന്റെ മാത്രം സോഴ്സ് എന്ത് ചെയ്യണം അന്വേഷിക്കണം. അപ്പോൾ നമുക്കറിയില്ല അദ്ദേഹം ആരാണെന്നുള്ളത്. പക്ഷേ ഇത് കാണുമ്പോഴേക്ക് അതിൻ്റെ പേരിൽ ആളുകളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്നൊരു രീതി എന്തായിരുന്നാലും ശരിയല്ല എന്നേ അതിൽ പറയാനുള്ളൂ. ഒരു പോയിന്റ് കൂടി, ഇപ്പോൾ ഇത് ഈ മുസ്ലിം ലീഗിനകത്ത് ഇതിലൊക്കെ ഒരു കറക്ഷൻ പ്രോസസ്സിങ് നടക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഇതിൽ എല്ലാവരും വന്ന് പൊതു അഭിപ്രായം പറയണം എന്നുള്ള നിലക്കല്ല. പിന്നെ നേരത്തെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി കെ അബ്ദുൾ റബ്ബ്, അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുൻഗാമികളായ കുറേ ആളുകൾ കുറേ അധികം സമൂഹത്തിൻ്റെ പഴി കേട്ടത്, ഇവിടെ കുറേ ആൾക്കാർ, വിശ്വാസികളായ ആൾക്കാർ, ഇത് അവരുടെ ഒരു വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി കൂടിയാണ് അവരൊക്കെ ഈ പഴി കേട്ടത്. അപ്പോൾ അവരൊക്കെ സംരക്ഷിച്ചു പോകുന്നത് പെട്ടെന്ന് പൊളിഞ്ഞു പോകുമ്പോൾ അതിനൊരു പിന്നെ ഒരു കറക്ഷനിങ് പ്രോസസ്സ് ഈ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.